വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. ഷോർട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തന്നെ കഥയൊന്ന് ചുരുക്കി പറയുകയാണ്. എല്ലാവർക്കും ലെങ്ത് വീഡിയോ കാണുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കില്ല. കുറേ ആളുകളൊക്കെ കാണും, കുറേ ആളുകൾക്ക് കഥയൊന്ന് ജസ്റ്റ് ചുരുക്കി പറയുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ലെന്ത് വീഡിയോ എപ്പിസോഡിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ കാണണം എന്നുള്ളവർക്ക് ലെന്ത് വീഡിയോ പോയി കാണാം. പക്ഷേ അതേസമയം കഥ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളവർക്കാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, ഈ കുഞ്ഞ് റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും ആരും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ നേരെ നമ്മുടെ കഥ ചുരുക്കത്തിലേക്ക് പോവാം. നമ്മുടെ ശ്രുതി ആണെങ്കിലുണ്ടല്ലോ കള്ളക്കരച്ചിൽ കരയുകയാണ്. എന്ന് വെച്ചാൽ ശ്രുതി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളക്കരച്ചിൽ കരയുന്നത്. അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ ശ്രുതി നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അച്ഛനോട് വിളിച്ചിട്ട് നീ സംസാരിക്കുക, വീഡിയോ കോളിൽ വിളിക്കുക, അച്ഛന് നിന്നെ കല്യാണ വേഷത്തിലൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി പെട്ടുപോകും എന്നുള്ളൊരവസ്ഥ വരികയാണ്. കാരണം കൂടെ സുധിയുണ്ട്, നമ്മുടെ അച്ഛമ്മയും ഉണ്ട്. അപ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട്, മോളെ എന്നാൽ അച്ഛനെ വിളിച്ച് അനുഗ്രഹം തേട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കരയാണ്. കരഞ്ഞിട്ട് നേരെ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് പറയണം, ആൻറ്റി ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങാം, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം തേടിയിട്ട് എനിക്ക് ഈ വിവാഹം നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വിവാഹം വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ചോദിക്കണം, മോളോട് ആരാ ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എന്താ മോളിങ്ങനെ കരയാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം ഹാപ്പി ആയിരുന്നു ആൻറ്റി, പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചാൽ മാത്രമേ വിവാഹം നടക്കൂ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ശ്രുതിയോട് കാര്യം തിരക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ദേ ആ നിൽക്കുന്ന അവരാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മിയുടെ നേർക്ക് വിരൽ ചൂണ്ടാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി നേരെ നമ്മുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വരികയാണ്. ലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ലക്ഷ്മിയെ കുറേ അധിക്ഷേപം പറയുകയാണ്. എന്താണ് പറയുന്നത്, ഒരുപാട് കണ്ണ് പൊട്ടത്തൊക്കെയുള്ള വാക്കുകളൊക്കെ പറയുകയാണ് നമ്മുടെ ലക്ഷ്മിയോട്. എടി നിന്നോട് ആരാ പറഞ്ഞത് എൻ്റെ മരുമകൾ അനുഗ്രഹം മേടിച്ചില്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പാടില്ലാത്ത കണക്കുള്ള കടുത്ത വാക്കുകളൊക്കെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ അച്ഛമ്മ ഇടപെടുകയാണ്. അച്ഛമ്മ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിനക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നേരെ അച്ഛമ്മ നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, ഇതുണ്ടല്ലോ കല്യാണ സ്ഥലം ആയിപ്പോയി, ഇപ്പോൾ നിൻ്റെ കല്യാണത്തിൻ്റെ മുഹൂർത്തം അടുത്ത സമയമാണ്, അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി ഒന്നും തരുന്നില്ല എന്നിങ്ങനെ അച്ഛമ്മ ഓങ്ങി വെക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അതിനുശേഷം വിവാഹ മണ്ഡപത്തിലേക്ക് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും മീരയും കൂടി മാറി നിന്നിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീര പറയുന്നുണ്ട്, നീ ഈ കാര്യങ്ങളൊന്നും, അതായത് നിൻ്റെ കഴിഞ്ഞ കാലങ്ങളൊന്നും നീ ശ്രുതിയോട് ഇനി പറയാൻ നിൽക്കണ്ട, എന്തായാലും അവൻ കല്യാണ വേഷത്തിൽ വലിയ ഹാപ്പി ആയിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് നീ പറയണ്ട. ഇനി നവീൻ അങ്ങനെ വരുവാണെങ്കിലുള്ള പ്രശ്നമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ മീരയോട് പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഗേറ്റിന് പുറത്ത് നിൽക്കുക, അപ്പോൾ നവീൻ വരുവാണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ തടയാൻ ശ്രമിക്കുക. ഒടുവിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ചെകിടത്തൊരെണ്ണം കൊടുത്തിട്ട് ആകെ അവിടെ ഒരു അലമ്പ് പ്രശ്നം ഉണ്ടാക്കുക, അപ്പോൾ ആളുകളെല്ലാം കൂടി അവനെ കൈകാര്യം ചെയ്തോളും, അപ്പോൾ എൻ്റെ വിവാഹം നടക്കുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു പദ്ധതി ഇടുകയാണ്, മീരയും ശ്രുതിയും കൂടി ചേർന്നിട്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മീര ശ്രുതിയുടെ സാരിയുടെ പ്ലീറ്റ്സ് എടുക്കുന്ന കണക്ക് കാണിക്കുകയാണ്. അങ്ങനെ ശ്രുതിയുടെ പ്ലീറ്റ്സ് നമ്മുടെ ശ്രുതി വന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് അവരെടുത്ത് പറയുകയാണ്, മുഹൂർത്തമൊക്കെ ആവാറായി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ നിൽക്കുന്ന പറ്റില്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ അവരങ്ങോട്ടേക്കൊക്കെ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ സച്ചീര വണ്ടിയിലിരുന്നിട്ട് നമ്മുടെ നവീൻ അനാവശ്യങ്ങളൊക്കെ പറയുകയാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത അത്രയും മോശമായിട്ടൊക്കെ നമ്മുടെ ശ്രുതിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന സച്ചി സ്വയം ആത്മനിയന്ത്രണം പാലിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ സച്ചിയുടെ കൺട്രോൾ വിട്ടുകഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ സഹിച്ച് കൺട്രോൾ ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വീണ്ടും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ
വീണ്ടും വിവാഹ മുഹൂർത്തമൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോൾ പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. നമ്മുടെ പോറ്റി എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് വധൂവരന്മാർ വരികയാണ്. വന്നിട്ട് വധുവും വരനും കൂടി വന്നിട്ട് രണ്ടുപേരും ഇരിപ്പിടത്തിലേക്ക് അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് വിവാഹത്തിൻ്റെ അടുത്തുള്ള ആ ഒരു തൊട്ടു മുഹൂർത്തം ആയിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തെന്നോ നമ്മുടെ വരണമാല്യം വിവാഹഹാരം എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ശ്രുതിക്ക് ഇടിയിക്കുന്നു. അങ്ങനെ ശ്രുതിക്കും ഇടിയിക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഹാരങ്ങൾ ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ആണെങ്കിൽ മണ്ഡപത്തിൻ്റെ താഴെ നിൽക്കുകയാണ്. രേവതി, രവീന്ദ്രൻ, അച്ചമ്മ ഇവരെല്ലാവരും കൂടി. അപ്പോൾ ഈ സമയത്ത് രേവതി മണ്ഡപത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രുതിയുടെ തലമുടി മാറ്റിയിട്ട് ഹാരം ശരിയായിട്ട് പിടിച്ചിടാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അവിടെ വെച്ച് ഒരുപാട് അധിക്ഷേപിക്കുകയാണ് നമ്മുടെ രേവതിയെ. ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതി തന്നെ വല്ലാണ്ടാവുകയാണ്. അമ്മ അതിന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. രേവതി പോയതിൻ്റെ പിറകിലെ നമ്മുടെ രേവതിയുടെ അമ്മയും ദേവും ശരത്തും കൂടി പോവുകയാണ്. പക്ഷേ ഇതൊന്നും രവീന്ദ്രനും അച്ചമ്മയും അറിയുന്നില്ല. കാരണം അവർ ശ്രീകാന്ത് എടുത്ത ഫോട്ടോകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരിതൊന്നും അറിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും ഈ പറയുന്ന രവീന്ദ്രനല്ല സച്ചിയും നവീനും കൂടി ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് എന്താണ് ഇയാൾ ഈ പറയുന്ന പോലെ വായിത്തോന്ന അനാവശ്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയാണ്. സച്ചി അങ്ങനെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് നിർത്തുകയാണ്. സഡൻ ബ്രേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ നവീൻ്റെ മോന്ത വന്ന് ഇങ്ങനെ വന്ന് ഇടിക്കുകയാണ്. അങ്ങനെ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, എന്താടാ നീ ഇതെന്താ കാണിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയോട് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ നവീൻ. അങ്ങനെ നമ്മുടെ സച്ചി ഉണ്ടല്ലോ, നമ്മുടെ സച്ചി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് നമ്മുടെ നവീനെ പിടിച്ച് പുറത്തേക്കിടുകയാണ്. എന്നിട്ട് നവീനെ കുനിച്ച് നിർത്തി നല്ല കൊടുക്കുകയാണ്. രണ്ട് നടുവാരിയൊക്കെയൊക്കെ നല്ല ചവിട്ടും ഇടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വേദന കൊണ്ട് പൊളയുകയാണ് നമ്മുടെ നവീൻ അങ്ങനെ വേദന കൊണ്ട് പൊളയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തിനാണെങ്കിൽ നവീൻ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ചോദിക്കണം, എടാ നീ എന്തിനാടാ എന്നെ തല്ലിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിന്നെ തല്ലാതെ നിന്നെ വെറുതെ വിടുമോ, ഞാൻ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണ്, അതുകൊണ്ടാണ് ഒരു സ്ത്രീയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ചപ്പോൾ നിന്നെ തല്ലാതെ വിടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് മണ്ഡപത്തിൽ നിന്ന് പോയിട്ട് മാറി നിന്ന് കരയുകയാണ് രേവതി. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ഭാമ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് ഭാമ ചോദിക്കുകയാണ്, നീ എന്താണ് ചന്ദ്രയെ രേവതിയെ പറഞ്ഞത്, രേവതി എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അച്ചമ്മ നമ്മുടെ സച്ചിയെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് പറയണം, അമ്മ എന്താ ആരെയാ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇതുവരെയും കണ്ടില്ലടാ, സച്ചി വന്നില്ല, അതുപോലെ ഇവിടെ നിന്ന് രേവതിയെയും അവരുടെ അമ്മയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയണം, അവരെവിടെ പോകാനാണ്, അവർ മണ്ഡപത്തിൽ പൂ കെട്ടുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഭാമ നല്ല കണക്കിന് കൊടുക്കുകയാണ്. നമ്മുടെ ഭാമ നല്ലതുപോലെ കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക്. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ എന്ത് വീഡിയോ പോയി കാണുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.